വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. ഇന്നത്തെ മാത്സ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു നിർത്തിയിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സമവാക്യ ജോഡികൾ, അതായത് പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 26 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 27 രൂപയും. പെൻസിലിന്റെയും പേനയുടെയും വില എത്രയാണ്? അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ പെൻസിലിനെ കുറിച്ച് പറയുന്നുണ്ട്, പേനയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത്, നമുക്ക് എക്സും എടുക്കണം വൈയും എടുക്കണം. അപ്പോൾ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പ്രൈസ് ഓഫ് എ പെൻസിൽ, അതായത് പെൻസിലിന്റെ വിലയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ പ്രൈസ് ഓഫ് എ പെൻസിൽ, പെൻസിലിന്റെ വില ഈക്വൽ ടു എക്സ്. പ്രൈസ് ഓഫ് എ പെൻ, പേനയുടെ വില സമം y എന്ന് എടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യത്തെ സെന്റൻസ് വായിക്കുക. ആദ്യത്തെ സെന്റൻസിൽ നിന്നും നിങ്ങൾക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉള്ള സംഭവം അതിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ എന്താ നമ്മൾ കണ്ടെത്തേണ്ടത്? 3 പെൻസിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 പെൻസിൽസ് എന്ന് പറയുമ്പോൾ 3x പ്ലസ് 4 പെൻ, 4 പേന, അപ്പൊ 4y ഈക്വൽ ടു എത്ര റുപ്പീസ് ആണ്? 26 റുപ്പീസ് ആണ്. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഉള്ളത്, സെക്കൻഡ് സെന്റൻസ് വായിച്ച് നിങ്ങൾക്ക് കിട്ടും. അവിടെ എത്ര പെൻസിലാ പറയുന്നത്? 6 പെൻസിൽസ്. അപ്പൊ 6x 3 പെൻ, 3 പേന, 3y ഈക്വൽ ടു 27 കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഒന്നില്ലെങ്കിൽ എക്സിന്റെ ഭാഗം അല്ലെങ്കിൽ വൈയുടെ ഭാഗം ഏതെങ്കിലും ഓരോന്ന് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എക്സ് ഈക്വൽ അല്ല, അതേപോലെ വൈയും ഈക്വൽ അല്ല. അപ്പൊ നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻസിലും ഏതെങ്കിലും ഒരു വേരിയബിള് ഈക്വൽ ആക്കി മാറ്റണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആക്കി മാറ്റേണ്ടത് എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സിനെ വേണമെങ്കിലും ഈക്വൽ ആക്കാം, വൈനെ വേണമെങ്കിലും ഈക്വൽ ആക്കാം. ഞാൻ ഇവിടെ ഈക്വൽ ആക്കാൻ പോകുന്നത് എക്സിനെയാണ്. അപ്പൊ എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതാന്ന് നോക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതാണ്? 3 ആണ്. ആ 3 ആയിട്ട് സെക്കൻഡ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനെ ഏത് നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതാണ്? 6 ആണ്. ഈ 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ചെയ്തത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ നമ്പേഴ്സ് ആയിട്ട് ഈ 2 ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ വരുന്നത്? 3 × 6 18x പ്ലസ് 4 × 6 24y ഈക്വൽ ടു 26 × 6 156 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അതിനെ വീണ്ടും ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വീണ്ടും 18x പ്ലസ് 3 × 3 9y ഈക്വൽ ടു 27 × 3 81 ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇങ്ങനെയായിട്ട് മാറി. ഇങ്ങനെയായിട്ട് മാറിയാലും ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഈ ഇവിടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിലും എക്സ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്താലാണ് എക്സ് ക്യാൻസൽ ആയി പോവുക? സബ്ട്രാക്ട് ചെയ്താലാണ് ക്യാൻസൽ ആയി പോവുക. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ ആണ് ലാർജസ്റ്റ് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോ 18x ന്ന് 18x സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 0 ആണ് വരിക. 24 ന്ന് 9 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 15y ഈക്വൽ ടു 156 ന്ന് 81 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 75 കിട്ടും. Therefore y equal to 75 divided by 15
ഈക്വൽ ടു 5. അപ്പൊ 5 എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ പെന്നാണ്. പെന്നിന്റെ പ്രൈസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെൻസിലിന്റെ പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ പെൻസിലിന്റെ പ്രൈസ് കാണാൻ നിങ്ങൾക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ 3x plus 4y equal to 26. അപ്പൊ 3x plus 4 into yയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 5 ആണ്. അതവിടെ എഴുതി ഈക്വൽ ടു 26. 3x plus 4 into 5 20 equal to 26. 3x equal to 26. ഈ പ്ലസ് 20 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ -20 ആവും. അപ്പൊ 3x equal to 6. x equal to 6/3 equal to 2. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി പെൻസിലിന്റെ പ്രൈസ് 2 rupees-ഉം പെന്നിന്റെ പ്രൈസ് എത്രയാണ്? 5 rupees-ഉം ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39-ലെ ഒരു പ്രോബ്ലം ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ചൊഴിച്ചപ്പോൾ 20 ലിറ്റർ. ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചൊഴിച്ചപ്പോഴോ 19 ലിറ്റർ. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊണ്ടു? അതായത് ഇവിടെ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ആ കണ്ടെയ്നേഴ്സിൽ വാട്ടർ നിറച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ സ്മോളറും ഉണ്ട്, ലാർജറും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്മോളറിൽ എടുത്തിട്ടുള്ള വാട്ടറിന്റെ എത്രയെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്, ലാർജറിൽ എടുത്തത് എത്രയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് സെന്റൻസ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യാം. അവിടെ പറഞ്ഞിട്ടുള്ളത് സ്മോൾ കണ്ടെയ്നറിൽ 5 times ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വാട്ടർ x ആയിട്ട് എടുക്കുക, വലിയ പാത്രത്തിൽ കൊള്ളുന്ന വാട്ടർ y ആയിട്ടും എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെറിയ പാത്രത്തിൽ 5 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, 5 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? 5 times എന്ന് പറയുമ്പോൾ ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം x ആവുമ്പോൾ അതിന്റെ 5 times എന്ന് പറയുമ്പോൾ 5x. ഇനി സ്മോൾ കണ്ടെയ്നറിൽ എത്രയുള്ളത്? 2 times ആണ് എടുക്കുന്നത്. അപ്പൊ 2y ഈക്വൽ ടു, അപ്പൊ എത്ര വരുന്നത്? ടോട്ടൽ എത്ര വരുന്നുണ്ട്? 20 ലിറ്റർ ആണ് അവിടെ വാട്ടർ വരുന്നത്. അപ്പൊ 20, ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. ചെറിയ പാത്രത്തില് 2 തവണ, അതായത് 2 times ആണ് എടുക്കുന്നത് വീണ്ടും. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഇവിടെ എഴുതുന്നത് 2x പ്ലസ് വലിയ പാത്രത്തിൽ എത്ര ടൈംസ് എടുക്കുന്നുണ്ട്? 3 times എടുക്കുന്നുണ്ട്. അപ്പൊ 3y ഈക്വൽ ടു എത്രയാണ്? 19 ലിറ്റേഴ്സ് ആണുള്ളത്, അതായത് 19 ആണുള്ളത്. ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും എന്തല്ല, എക്സോ വൈയോ എന്തല്ല, ഈക്വൽ അല്ല തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഇക്വേഷന്റെ കൂടെയുള്ള എക്സിന്റെ കൂടെയുള്ള നമ്പർ ആയിട്ട് സെക്കൻഡ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ സെക്കൻഡ് ഇക്വേഷനിലുള്ള എക്സിന്റെ കൂടെയുള്ള നമ്പർ ആയിട്ട് ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ നമ്മളിവിടെ എക്സ് ആണ് ഈക്വൽ ആക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള നമ്പർ 2 ആണ്, അതായിട്ട് ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയുള്ള എക്സിന്റെ കൂടെയുള്ള നമ്പർ 5 ആണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 into 2 10x plus 2 into 2 4y equal to 20 into 2 എന്ന് പറയുമ്പോൾ 40, ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 into 5 10x പ്ലസ് 3 into 5 15y equal to 19 into 5 95. 2 ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്താലാണ് എക്സ് ക്യാൻസൽ ആയി പോവുക. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിലെ ലാർജസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോ
10x നിന്ന് 10x സബ്ട്രാക്ട് ചെയ്താൽ 0 വരും. 15y നിന്ന് 4y സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 11y ഈക്വൽ ടു 95 നിന്ന് 40 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 55. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? 55 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു 5. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഈ 5 എന്ന് പറയുന്നത് ലാർജസ്റ്റ് കണ്ടെയ്നറിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ മെഷറാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. 2y ഈക്വൽ ടു 20 എന്ന് എഴുതുക. ഇതില് വൈയുടെ വാല്യൂ ആണ് 5. അപ്പോൾ 5x പ്ലസ് 2 ഇൻറ്റു 5 ഈക്വൽ ടു 20. 5x plus 10 equal to 20. 5x equal to 20 minus 10. 5x equal to 10. X equal to 10 by 2. 10 by 5 equal to 2. അപ്പോൾ സ്മോളസ്റ്റ് കണ്ടെയ്നറിൽ 2 ലിറ്റർ ആണ് വാട്ടർ കൊള്ളുക. ലാർജസ്റ്റ് കണ്ടെയ്നറിൽ 5 ലിറ്റർ ആണ് വാട്ടർ കൊള്ളുക. ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും വാങ്ങി. വില 107 രൂപ. ജോസഫ് 200 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവുമാണ് വാങ്ങിയത്. വില 97 രൂപയേ ആയുള്ളൂ. ഓരോ തരത്തിലുമുള്ള നോട്ട് ബുക്കുകളുടെ വില എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ 200 പേജുള്ള നോട്ട് ബുക്കും ഉണ്ട്, 100 പേജുള്ള നോട്ട് ബുക്കും ഉണ്ട് അല്ലെ. 200 പേജ് നോട്ട് ബുക്കും ഉണ്ട്, 100 പേജ് നോട്ട് ബുക്കും ഉണ്ട്. അപ്പോൾ അതിന്റെ പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. പ്രൈസ് ഓഫ് എ 200 പേജ് നോട്ട് ബുക്ക് ഈക്വൽ ടു എക്സ്, പ്രൈസ് ഓഫ് എ 100 പേജ് നോട്ട് ബുക്ക് ഈക്വൽ ടു വൈ എന്ന് എടുക്കുക. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യാം. ഫസ്റ്റ് എത്ര 200 പേജ് നോട്ട് ബുക്ക് ഉണ്ട്? 7 ആണുള്ളത്. അപ്പൊ 7x പ്ലസ് 100 പേജ് നോട്ട് ബുക്ക് 5 ആണ്. അപ്പൊ 5y ഈക്വൽ ടു 107. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഉള്ളത് 200 പേജ് നോട്ട് ബുക്ക് 5 ആണുള്ളത്. അപ്പൊ 5x പ്ലസ് 100 പേജ് നോട്ട് ബുക്ക് 7 ആണുള്ളത്. അപ്പൊ 7y ഈക്വൽ ടു 97. ഇപ്പൊ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എക്സിനെ ഈക്വൽ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനെ ഏതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനെ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 7 ഇൻറ്റു 5 35x പ്ലസ് 5 ഇൻറ്റു 5 25y ഈക്വൽ ടു 107 into 5 535 വരും. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി സെക്കൻഡ് ഇക്വേഷനെ അതേപോലെ തന്നെ 35x പ്ലസ് 49y ഈക്വൽ ടു 679. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ കിട്ടി. ഇപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യാം. ഇതിൽ ലാർജസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. അപ്പൊ സെക്കൻഡ് വണ്ണിൽ നിന്ന് ഫസ്റ്റ് വൺ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 49 25 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 24y ആണ് വരിക. അതേപോലെ തന്നെ നമുക്ക് 679 535 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 144 ആണ് കിട്ടുക. അപ്പൊ y ഈക്വൽ ടു 144 ഡിവൈഡഡ് ബൈ 24 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പൊ y എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ 100 പേജ് നോട്ട് ബുക്ക് ആണ്. അത് എത്ര റുപ്പീസ് ആണ്? 6 റുപ്പീസ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കുമ്പോൾ 7x plus 5y equal to 107. 7x plus 5 into 6. yയുടെ വാല്യൂ ഇവിടെ 6 ആണ്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 7x plus 30 equal to 107. 7x equal to
107 minus 30. അപ്പൊ 7x equal to 77, x equal to 77 by 7 equal to 11 കിട്ടും. അപ്പോ 200 പേജ് നോട്ട് ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 11ഉം 100 പേജ് നോട്ട് ബുക്കിന്റെ പ്രൈസ് 6 rupeesഉം ആണ്. അപ്പൊ ഇന്ന് ഇത്രയും പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാം. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.